ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ദാമ്പത്യത്തിനൊക്കെ വളരെ വില കുറഞ്ഞ രീതിയിലാണ് പോകുന്നത്. അതിന് നമ്മുടെ നാട്ടിലിപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് എല്ലാ യുവതലമുറകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ലിവിങ് ടുഗദർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കുടുംബം എന്നുള്ള ഒരു അടിസ്ഥാന ഘടകത്തിന് ശോഷണം സംഭവിച്ചിരിക്കുന്നു. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തളരുമ്പോൾ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് കുടുംബം. ആ കുടുംബത്തിന് ദാമ്പത്യത്തിൽ 4 സ്റ്റേജുകളിലൂടെ ദാമ്പത്യത്തിന് കടന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹണിമൂൺ സ്റ്റേജാണ്. ഈ ഹണിമൂൺ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യത്തിലായാലും കാമുകന്മാരായാലും അവർ എല്ലാം പൊരുത്തങ്ങൾ മാത്രമേ കാണുള്ളൂ. അവരുടെ മോശമായ സ്വഭാവങ്ങളൊന്നും അവർ പുറത്ത് കാണിക്കില്ല. ആ സമയത്ത് തലയിൽ തലച്ചോറിൽ ഡോപാമിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാണുന്നതെല്ലാം നല്ലതായിരിക്കും. അപ്പോൾ പൊരുത്തം മാത്രം കാണിക്കുന്ന ഒന്നാമത്തെ സ്റ്റേജാണ് ഈ പറയുന്ന ഹണിമൂൺ സ്റ്റേജ്. അപ്പോൾ ആ സമയത്ത് കെട്ടിയവൻ വിചാരിക്കും എൻ്റെ ഭാര്യ ഒരു മാലാഖയാണെന്ന്, കെട്ടിയോട് വിചാരിക്കും ഈ മനുഷ്യൻ ദൈവപുത്രനാണെന്ന് വിചാരിക്കുന്നു. എത്ര നല്ല മുടിയാണ് എൻ്റെ ഭാര്യയുടെ, എത്ര നല്ല ചുണ്ടാണ്, എത്ര നല്ല മുഖമാണ്, എത്ര നല്ല കവിളാണ് എന്നെല്ലാം വിചാരിക്കുന്ന ഒരു സമയം ആണ് ആ സ്റ്റേജ്. കെട്ടിയവൻ്റെ എച്ചിൽ പാത്രത്തിൽ കഴിച്ചാൽ തനിക്ക് വയറ് നിറയൂ എന്ന് കെട്ടിയോട് വിചാരിക്കുന്ന ഒരു സമയമാണ് ഈ ഹണിമൂൺ സ്റ്റേജ്. അത് ഏതാണ്ടൊക്കെ ഒരു കൊല്ലത്തോളം നീണ്ടു വരും. ഇപ്പോൾ ഒരു കൊല്ലം പോയിട്ട് ചിലപ്പോൾ 6 മാസം കൊണ്ടൊക്കെ തീർന്നതുണ്ട്. എന്നാൽ പോലും അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് അടുത്തത് പൊരുത്തക്കേടുകൾ മാത്രമുള്ള ഒരു സ്റ്റേജിലേക്ക് പോകും. പൊരുത്തക്കേടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കെട്ടിയവൻ ദൈവമല്ലെന്നും സാധാരണ മനുഷ്യനാണെന്നും കെട്ടിയോട് ഞാൻ വിചാരിച്ച പോലെ ഉള്ള മാലാഖ ഒന്നുമല്ലെന്ന് കെട്ടിയവൻ വിചാരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് ഭാര്യയുടെ മുടി എവിടെയെങ്കിലും കണ്ടാൽ, ചീക്കിലോ മറ്റോ കണ്ടാൽ ദേഷ്യം വരുന്ന ഒരു സമയമാണ്. അതുപോലെ കെട്ടിയവൻ്റെ സിഗരറ്റിൻ്റെ മണം ഒരിക്കലിക്കാത്ത ഭാര്യ മാറും. ഇതാണ് പൊരുത്തക്കേടുകൾ. ഈ സമയത്ത് 2 വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ പൊരുത്തക്കേടുകൾ നിറഞ്ഞു അടുത്തൊരു ദാമ്പത്യത്തിന് മൂന്നാമത്തെ ഒരു സ്റ്റേജിലേക്ക് പോകേണ്ടതുണ്ട്. അതാണ് റിയാലിറ്റി സ്റ്റേജ്. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തേണ്ടത്, അതുപോലെ പുതിയ വീടുണ്ടാക്കേണ്ടത്, അങ്ങനെ സാമ്പത്തികമായ പ്രശ്നങ്ങളും എല്ലാം കൂടി ദാമ്പത്യത്തിന് പ്രഷർ ചെലുത്തും. അതാണ് റിയാലിറ്റിയായ സ്റ്റേജ്. ഈ റിയാലിറ്റി സ്റ്റേജിൽ പരസ്പരം അടികൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ സമയത്ത് കുട്ടികളുടെ കാര്യം വളരെ അവതാളത്തിലാവും. ഈ സമയത്താണ് ഭാര്യ വിചാരിക്കുക എൻ്റെ സഹോദരനെ പോലെയോ എൻ്റെ അച്ഛനെ പോലെയോ ഉള്ള ഒരാളല്ലല്ലോ ഇത്. ഭർത്താവ് ഇവളെയും എൻ്റെ അമ്മയെയും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. ഇനി 4ാമത് ഒരു സ്റ്റേജ് ഉണ്ട് ദാമ്പത്യത്തിൽ. അതിനെയാണ് മച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ മച്യൂരിറ്റി സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യം 2 വ്യത്യസ്തമായ പുഴകൾ വന്നിട്ട് ഒന്നു ചേർന്ന് ഒരു നദി പോലെ ഒഴുകാൻ തുടങ്ങും. അതുപോലെ 2 പാറകൾ തമ്മിൽ ചേർന്ന് ഉരഞ്ഞു തന്നെ അതിൻ്റെ മുനകൾ നഷ്ടപ്പെട്ട പോലെ ആണ്. അവർ തമ്മിൽ വളരെ ഐക്യം ആയിരിക്കും. അതാണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത. മണ്ണാങ്കട്ടയും, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണാങ്കട്ടയും കരിയിലയും പോലെയാണ്. ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ മറ്റാളത് സംരക്ഷിക്കും. ഒരു മഴ വന്നാൽ കരിയില മണ്ണാങ്കട്ടയെ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ കാറ്റ് വന്നാൽ കരിയിലയെ മണ്ണാങ്കട്ട സംരക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് മച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ, വീണ്ടും കാണാം. ഇനി ദാമ്പത്യത്തിൽ